സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം ദൈവം നൽകുന്ന രക്ഷ നിയമവും കൃപാവരവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ അഭിമന്യമാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുളിങ്ങോം സെൻറ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, വിനോദ് സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവ്, എൻ്റെ ചോദ്യം ഇതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2035 ഖണ്ഡികയിൽ പറയുന്നു, ദൈവീക വെളിപാടുകളുടെ നിഷേധം എത്ര വ്യാപകമായിരിക്കുന്നുവോ അത്രയും തന്നെ വ്യാപകമാണ് അപ്രമാദിത്വം. അപ്പോൾ അപ്രമാദിത്വം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്രമാദിത്വം എന്ന് പറഞ്ഞാൽ ഇൻഫാളിബിലിറ്റി, അതാണ് പരിശുദ്ധ മാർപ്പാപ്പായെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസമാണ്. പരിശുദ്ധ മാർപ്പാപ്പ റോമിൽ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ വിശ്വാസം, സന്മാർഗം എന്നിവയെക്കുറിച്ച് പ്രബോധനം നൽകുമ്പോൾ അവയ്ക്ക് തെറ്റ് പറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം മാർപ്പാപ്പ എന്ന മനുഷ്യ വ്യക്തിക്ക് തെറ്റുപറ്റിയാല എന്നല്ല. മാർപ്പാപ്പായെ പത്രോസിൻ്റെ സിംഹാസനത്തിലിരുന്ന് പഠിപ്പിക്കുമ്പോൾ നയിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തിന് തെറ്റുപറ്റില്ല, അതുകൊണ്ട് പരിശുദ്ധ മാർപ്പാപ്പായ്ക്കും തെറ്റുപറ്റില്ല എന്ന വിശ്വാസത്തെയാണ് അപ്രമാദിത്വം എന്ന് പറയുന്നത്. അത് 1869 ഒന്നാം വത്തിക്കാൻ കൗൺസിലാണ് അത് പ്രഖ്യാപനം ചെയ്തത്. ഈ മാർപ്പാപ്പായുടെ അപ്രമാദിത്വം എന്ന് പറയുന്ന ആശയം. അത് തന്നെയാണോ ഈ തെറ്റാവരം എന്ന് ഉദ്ദേശിച്ചത്? തെറ്റാവരം എന്ന് പറയുന്നത് അത് തന്നെ. ഇത്ര വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ പിതാവേ, ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ, അതുപോലെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ചവർ, പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ, ഇവരെയൊന്നും ഒരിക്കലും എന്നല്ല പലപ്പോഴും ദൈവം സംരക്ഷിക്കുന്നതായിട്ട് ബൈബിളിലോ ചരിത്രരേഖകളിലോ ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും പരിശുദ്ധ കന്യാമറിയം തൊട്ട് ഈ വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്റർ വരെയുള്ള ആളുകളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. മാതാവിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു സാധാരണ മനുഷ്യസ്ത്രീയായിട്ട് ജനിച്ചു. പക്ഷേ ദൈവം ഉയർത്തി ദൈവത്തിൻ്റെ പുത്രനെ ജനിക്കാൻ ഒരവസരം നൽകി. പക്ഷേ പിറവിയുടെ സമയത്ത് പോലും അവർക്കൊരു സൗകര്യം പോലും ദൈവം കൊടുക്കുന്നില്ല. ഉടനെ തന്നെ തൊട്ടടുത്ത രാജ്യത്തേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു. പിന്നെ ശിഷ്യന്മാരാണെങ്കിൽ തന്നെ ദൈവത്തിന് വേണ്ടിയാണ് അവർ ഓരോ രാജ്യത്തേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ആ രാജ്യത്തൊന്നും ദൈവം അല്പം സംരക്ഷിക്കുമായിരുന്നു. അവർക്ക് 10,000 കൂടെ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു, ക്രിസ്തുവിനെ അറിയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ദൈവം അവിടെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ റാണി മരിയ സിസ്റ്ററൊക്കെ ആണെങ്കിൽ തന്നെ അവിടെ ചെന്ന് ദൈവത്തെ പ്രഘോഷിക്കുന്ന സമയത്ത് അവിടെയും ദൈവം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? സാറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമുക്കറിയാം, വൈദികരെ, സന്യസ്തരെ, അവരൊക്കെ ഇന്നും ഒരുപാട് ആക്ഷേപിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇലക്ട്രോണിക് മീഡിയകളിലൊക്കെ അവരെ എന്തുമാത്രം ദുഷിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുക. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യം എന്താണ്? സുവിശേഷത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കുരിശ് ചുമക്കാനുള്ള വിളിയാണ്. ദൈവം അവരെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? കുരിശ് ചുമന്ന് ഈശോയെ അനുഗമിച്ച് അവസാനം കുരിശേ തൂങ്ങി മരിക്കാൻ. അതാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അച്ഛന്മാരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ അസൂയപ്പെടണ്ട. നാട്ടുകാർക്ക് മുഴുവൻ തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും നാട്ടുകാരുടെ മുഴുവനും അപമാനങ്ങൾ സ്വീകരിക്കാനുമായി ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തു, അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ വികാരിച്ചിനെ കുറിച്ച് ചിന്തിച്ച് നോക്ക്. ഓരോ അച്ഛന്മാരും അനുഭവിക്കുന്ന വേദനകൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. തിരഞ്ഞെടുപ്പ്, അതിൽ ഒരച്ഛനും നിരാശപ്പെടാനും പാടില്ല. കാരണം എന്താണ്? ദൈവം തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? കുരിശ് ചുമക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. ഈ ജനം മുഴുവൻ തരുന്ന കുരിശെടുക്കാനുള്ള ഉത്തരവാദിത്വം അച്ഛനുണ്ട്. മെത്രാന്മാരുടെ അരയിലൊരു സാക്ഷി ചുമന്ന കെട്ടുകയാണ്, അല്ലേ? എന്തിനാണത് എന്ന് ചോദിച്ചാൽ, സാധാരണ ഈ ക്ലാസ്സിൽ അത് കെട്ടിക്കൊണ്ടാണ് ഞാൻ ഇരുന്നത്. എന്താ അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, ഈ സാക്ഷി കെട്ടുന്നതിൻ്റെ അർത്ഥം ആദ്യം ഒരു സമൂഹത്തിൽ മതമർദ്ദകർ വന്നാൽ ആദ്യം കൊല്ലേണ്ടത് ആരെ എന്ന് ചോദിച്ചാൽ ഈ മെത്രാനെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം.
രക്തസാക്ഷിയാകേണ്ടവൻ എന്നുള്ള അർത്ഥമാണ് ഈ അരയെ കെട്ടുന്ന സാക്ഷ എന്ന് പറയും. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുക. സാറ് മനസ്സിലാക്കിയത് വളരെ ശരിയായിട്ട് തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ഒരു സംരക്ഷണവും ദൈവം കൊടുക്കുന്നില്ല. ദൈവം തിരഞ്ഞെടുത്തത് തന്നെ എന്തിനാണ്? കുഞ്ഞാടായി കൊല്ലപ്പെടാൻ വേണ്ടി തന്നെയാണ്. അതുതന്നെയാണ് നമ്മളിവിടെ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത്, യെശയ്യാ പ്രവാചകൻ തന്നെ അത് നമ്മൾ വിചാരിച്ചു ആ മനുഷ്യൻ ഏറ്റവും വലിയ പാപിയാണ്, ഏറ്റവും നശിച്ചു പോയവനാണ്, ദൈവം ആ മനുഷ്യനെ കൈവിട്ടു എന്ന് നമ്മളെല്ലാം വിചാരിച്ചു. എന്നാൽ നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ തകർച്ചകളാണ് അവൻ ഏറ്റത് എന്ന് യെശയ്യാ പറഞ്ഞില്ലേ. ഓരോ പുരോഹിതനെ സംബന്ധിച്ചും ഈ സഹനദാസൻ്റെ ദർശനം ഓരോ തിരഞ്ഞെടുക്കപ്പെട്ടവനെ സംബന്ധിച്ചും സത്യമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സാറിൻ്റെ നിരീക്ഷണം വളരെ കറക്റ്റാണ്. വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ജിഷ് ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, ചിലരൊക്കെ പറയാറുണ്ട് പള്ളിക്ക് പണം കൊടുക്കേണ്ടത് ആവശ്യമുണ്ടോ, അത് പാവങ്ങൾക്ക് നേരിട്ട് കൊടുത്താൽ പോരെ എന്ന്. അതിനെപ്പറ്റി പിതാവിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അവർ പാവങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പള്ളിക്കും കൊടുക്കുകയല്ല പാവങ്ങൾക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് 90% മനുഷ്യർ ഈ ന്യായം പറയുന്നത് അല്ലേ. ഞാൻ പാവങ്ങൾക്ക് നേരിട്ട് കൊടുത്തോളും, പള്ളിക്ക് കൊടുക്കുകയല്ല എന്ന് പറയുന്നവർ സാധാരണഗതിയിൽ ചെയ്യുന്ന എന്താണ്? ആർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ഒരു മുടന്തൻ ന്യായം മാത്രമാണത്. പള്ളികളിലൂടെ നമ്മൾ കൊടുക്കുമ്പോൾ അത് പാവങ്ങൾക്ക് വേണ്ടി എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് ചെയ്താൽ കാര്യമായി ഒന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇടവകയിൽ ഇപ്പം തലശ്ശേരി അതിരൂപതയിൽ ഈ വർഷം 1000 വീടുകൾ ബിഷപ്പ് വള്ളോപ്പള്ളിയുടെ ഓർമ്മയ്ക്കായി വച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ 1000 വീടുകൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ അതൊരാൾ ഒരു വീട്ടുകാർ വിചാരിച്ചാൽ ഇപ്പം എനിക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ചിലപ്പോൾ 500 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ. 500 രൂപ കൊണ്ട് ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ചിലപ്പോൾ 1000 വീട്ടുകാരുള്ള ഒരു ഇടവകയിൽ 500, 50,000 ഒക്കെ കൊടുക്കാൻ കഴിവുള്ള എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു 5-8 ലക്ഷം രൂപ ആയി. അതുകൊണ്ട് ഒരു ചെറിയ വീടില്ലാത്തൊരു മനുഷ്യന് വെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ പള്ളിയോട് ചേർന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയോട് ചേർന്ന് ചെയ്യാൻ സാധിക്കുക. അത് കൂടുതൽ ഫലപ്രദമായി ചെയ്യാനുള്ള ഒരു അവസരം അതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ പള്ളിയുടെ കാര്യങ്ങൾ നടന്നു പോകുന്നതിന് തിരുസഭയുടെ 5ാമത്തെ കൽപ്പന തന്നെ അതാണ്. ഏതാണ്? പതാരവും മറ്റ് ഓഹരികളും കൊടുക്കണം എന്ന്. അതായത് ഇടവക പൊതുയോഗം തീരുമാനിച്ചു ഇത്ര രൂപ വീതം ഓരോരുത്തരും കൊടുത്ത് ഇന്ന കാര്യം പള്ളിക്ക് സെമിത്തേരി ഉണ്ടാക്കാം. സെമിത്തേരി ഉണ്ടാക്കിയാൽ അവിടെ നമ്മളാണ് കിടക്കുന്നത് അല്ലേ. പള്ളിയിൽ കർത്താവ് വിശ്വമിശി അല്ല സെമിത്തേരി പോയി കിടക്കുന്നത്. പള്ളിക്ക് സൺഡേ സ്കൂൾ പണിയുമ്പോൾ എല്ലാവരും കുറ്റം പറയും. ആ സൺഡേ സ്കൂളിൽ പോയി പഠിക്കുന്ന ആരാ? പരിശുദ്ധ കന്യാമാതാവ് മാലാഖമാരുടെ അല്ല. അവിടെ പോയി പഠിക്കുന്ന ആരാ? നമ്മുടെ പിള്ളേർ തന്നെ അവിടെ പോയി പഠിക്കുന്നത് അല്ലേ. അതാ പള്ളിക്ക് പാരീഷ് ഹോൾ ഉണ്ടാക്കി. ആ പാരീഷ് ഹോളിൽ നടത്തുന്നത് മാതാവിൻ്റെയും യോസേപ്പിതാവിൻ്റെയും കല്യാണമല്ല, നിങ്ങളുടെ വീട്ടിലെ കല്യാണം തന്നെ നടത്തുന്നു അല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ പള്ളിക്ക് എന്തെങ്കിലും ചെയ്യുന്നത് എന്തോ വലിയ അപരാധമാണ് എന്ന മട്ടിലേക്കുള്ളൊരു ചിന്തയുടെ ഒരാവശ്യവും ഇല്ല. പള്ളി അനാവശ്യ നിർമ്മാണ പ്രവർത്തനങ്ങളും അനാവശ്യ പിരിവുകളും ഒഴിവാക്കണം എന്നുള്ള ഒരു ജനവികാരത്തെ നമ്മൾ ഗൗരവമായി തന്നെ എടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾ പള്ളികളിൽ നിർമ്മിക്കണം. അത് സഭയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അത്യാവശ്യമാണ് താൻ. എന്നാൽ അതോടൊപ്പം തന്നെ പാവങ്ങളെ സഹായിക്കുക അത് സഭയുടെ എക്കാലത്തെയും പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് സഭ നൂറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സഭയെന്ന അമ്മ സംരക്ഷിച്ച എത്രയോ 1000 ലക്ഷം കണക്കിന് അനാഥ കുഞ്ഞുങ്ങൾ ഇവിടെ വളർന്നു വന്നു. ഇപ്പോൾ പല നിയമങ്ങളും ഉണ്ടാക്കി നമ്മളുടെ ഓർഫനേജുകൾ അനാഥാലയങ്ങളൊക്കെയും അടച്ചു പൂട്ടപ്പെട്ടു. ഫലത്തിൽ എന്താണ് സംഭവിക്കുക? ഓരോ വീടുകളിലും കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. രണ്ടാനച്ചന്മാർ കൊച്ചുങ്ങളെ എടുത്ത് ഭിത്തിയിലെറിഞ്ഞ് തലപൊട്ടിച്ച് കൊന്നുകളയും. അതിനൊന്നും ആർക്കും ഇവിടെ പ്രശ്നങ്ങളില്ല. അതേസമയം ഈ സിസ്റ്റേഴ്സ് സ്വന്തം മക്കളെ പോലെ ഈ തെരുവിൻ്റെ മക്കളെ എടുത്ത് വളർത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനെ നിയമം മൂലം നിരോധിച്ചപ്പോൾ ഇങ്ങനെ ഒരുപാട് അനാവശ്യ രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെടുകയാണ് എന്നുള്ള സത്യവും കൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട്
പള്ളിക്ക് കൊടുക്കണോ പാവങ്ങൾക്ക് കൊടുക്കണോ എന്ന് ചോദിക്കുന്നത് ഒരു അനാവശ്യ ചോദ്യമാണ്. വാസ്തവത്തിൽ ഇത് പാവങ്ങളെ കൂടുതൽ ഫലപ്രദമായി സഹായിക്കാൻ ഈ കൂട്ടായ്മയുടെ ശുശ്രൂഷകൾക്ക് സാധിക്കും, അല്ലേ? നമ്മൾ കൊടുക്കുന്ന 100 രൂപയായി മാത്രം ആ വ്യക്തി ചെന്നാൽ ആ വ്യക്തിക്ക് അത് വലിയ പ്രയോജനമൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ അനേകരുടെ 100 രൂപകൾ ചേർന്ന് ഒരു 10 ലക്ഷം രൂപയായിട്ട് ആ വീട്ടിലെത്തിക്കാൻ പറ്റിയാൽ ആ വീട്ടുകാർക്ക് വീടില്ലാത്തൊരു വീടിനൊരു വീടാകും, പറമ്പില്ലാത്തൊരു വീടിന് ഒരു 5 സെൻറ്റ് പറമ്പ് മേടിക്കാൻ അത് പറ്റിയെന്നിരിക്കും, അല്ലേ? ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടവകയിലെ മുഴുവൻ അംഗങ്ങൾ ഒരുമിച്ച് പള്ളിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നതാണ് ഫലപ്രദം. പിതാവേ, മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ മുന്നേ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിനായിട്ട് നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? മരിച്ചവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ സീക്യാറ്റിൻ്റെ മരിച്ചവർക്ക് വേണ്ടിയുള്ള എപ്പിസോഡുകൾ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ അവരെ വിശുദ്ധീകരിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അവരെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഈശോയുടെ കുരിശിലെ ബലി തന്നെയാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് നിയോഗം സമർപ്പിക്കുക, ഇതൊക്കെയും ഏറ്റവും പുണ്യപ്പെട്ട കാര്യമാണ്. വീണ്ടും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് ശുദ്ധീകരാത്മാക്കൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്ന ഭക്തകൃത്യങ്ങൾ അർപ്പിച്ച് കാഴ്ചവെക്കും. ജീവകാരുണ്യ പ്രവർത്തികൾ, ശാരീരികങ്ങൾ, ആത്മീയങ്ങൾ എന്ന് പറഞ്ഞ് 14 എണ്ണം. അത് ചെയ്യുന്നത് തീർച്ചയായും പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുകയും അവയിലൂടെ ശുദ്ധീകരാത്മാക്കൾക്ക് കാഴ്ചവെക്കുകയും ചെയ്യും. വീണ്ടും പൂർണ്ണദണ്ഡ വിമോചനം കിട്ടുന്ന കാര്യങ്ങളാണ് ജപമാല ചൊല്ലുക, അരമണിക്കൂറെങ്കിലും വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക, അരമണിക്കൂർ ബൈബിൾ വായിക്കുക, കരുണക്കൊന്ത ചൊല്ലുക, കുരിശിൻ്റെ വഴി നടത്തുക. ഇതൊക്കെയും നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം തരുന്ന ഭക്തകൃത്യങ്ങളാണ്. ഈ പൂർണ്ണദണ്ഡ വിമോചനം പ്രദാനം ചെയ്യുന്ന ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിച്ച് അവയുടെ പുണ്യയോഗ്യതകൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക എന്നുള്ളത് തീർച്ചയായും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു വലിയ കാര്യം. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ഷീസാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? സഭ സകലരുടെയും അമ്മയാണല്ലോ. ആ അമ്മയുടെ മടിത്തട്ടിൽ സകലർക്കും ഇടമുണ്ട്. എന്നാൽ ക്രിസ്തു മുറിവേറ്റ ആടിനെ വെച്ച് കെട്ടി ആ മുറിവേറ്റ ആടിനെ പിന്നെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാക്കി. നമ്മുടെ ഇടവകയിൽ നിന്നും സഭയിൽ നിന്നൊക്കെ മുറിവേറ്റ് കിടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതുപോലെ അപകർഷതയുടെയും മറ്റു ബലഹീനതയുടെയും ഒക്കെ പേരിൽ ഇടവകയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കുറേ ജീവിതങ്ങളുണ്ട്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നില്ലേ? അതിനുവേണ്ട ചില കർമ്മ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതല്ലേ? തീർച്ചയായും ഷിജി സാർ പറഞ്ഞത് വളരെ അർത്ഥപൂർണമായ ഒരു നിർദ്ദേശമാണ്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ആവശ്യപ്പെടുന്നത് ഗോ ടു ദ പെരിഫറീസ് എന്ന്, അതായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് അതിർത്തി പ്രദേശങ്ങളിലേക്ക് അവഗണിക്കപ്പെട്ടു പോയ മനുഷ്യരുടെ അടുക്കൽ ചെല്ലണം, അവരെ കരുണയോടെ മനസ്സിലാക്കണം, കേൾക്കണം, അവരുടെ സങ്കടങ്ങൾക്കൊപ്പം നടക്കണം. അതിന് മാർപ്പാപ്പ തന്നെ ഒരു വാക്ക് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പാസ്റ്ററൽ അക്കമ്പനിമെൻറ്റ്. അജപാലനപരമായ അനുയാത്രയാണ് അവർക്ക് ആവശ്യം. അവരൊരുപക്ഷെ പള്ളിയിലോട്ട് വരികയില്ല, അവരെ അവിടെ ചെന്ന് കണ്ട് അവരുടെ കൂടെ നടന്ന് അവരെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടതുണ്ട് എന്ന പരിശുദ്ധ പിതാവിൻ്റെ ആ ഒരു ദർശനപരത ഓരോ അജപാലകനും ആർജിച്ചെടുക്കേണ്ട ആത്മാർത്ഥമായ അജപാലന ശൈലിയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ഒത്തിരിയേറെ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഞാമ്പഴയാൾ ചൊല്ലിക്കൊണ്ട് തിരിച്ചറിയേണ്ടതാണ്. എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങളത് അച്ഛന്മാരുടെ വീഴ്ചയായിട്ട് കരുതരുത്. ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്വമുണ്ട്. എന്ത്? ആ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ. അച്ഛൻ എന്ന ഒരൊറ്റ വികാരിച്ചൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് ഇടവകയിലെ 1000 വീട്ടിലെയും സർവ്വ പ്രശ്നങ്ങളും തീർക്കുക എന്ന് നമ്മൾ വിചാരിക്കരുത്. ഓരോ വിശ്വാസിക്കുമുള്ള ഉത്തരവാദിത്വമാണ്. ആരെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ, മുറിവേറ്റിട്ടുണ്ടോ, ആരെങ്കിലും മുഖ്യധാരയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ, അവരെ കൂട്ടി നിർത്തുക. ഇനി അവരെ നമ്മൾ വിചാരിച്ചിട്ട് കൂട്ടി നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ കാര്യം വികാരിച്ചൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി
അവരെ മുഖ്യധാരയിൽ എത്തിക്കാൻ ശ്രമിക്കുക. ആ ഒരു കൂട്ടുത്തരവാദിത്വത്തിലൂടെ മാത്രമേ ഇത്തരം പ്രതിസന്ധികളെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കും. പ്രേക്ഷകരുടെ സംശയങ്ങളുണ്ട്, അതിലേക്ക് പോവുകയാണ് പിതാവേ. ഇഞ്ചത്തൈ ജോസഫ് പാവർട്ടിയിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്. ചോദ്യം ഇപ്രകാരമാണ്: ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികൻ അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് ചൊല്ലാറുണ്ട്. അയോഗ്യനും പാപിയുമായ ഒരു വൈദികന് ബലിയർപ്പിക്കുവാൻ കഴിയുമോ? അതിന് അനുവാദമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. യെസ്. അതായത് വൈദികൻ, എൻ്റെ സഹോദരൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയാറുണ്ട് അല്ലേ. പാപിയും ബലഹീനനുമാണ് ഞാനെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ വ്യക്തി തൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുമ്പിൽ താൻ എത്രയോ നിസ്സാരനും ദുർബലനുമാണ് എന്ന് വൈദികൻ ഏറ്റുപറയുകയാണ്. ഒരു കൂശാപ്പ പ്രാർത്ഥന വൈദികൻ പേഴ്സണലായി ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. ആ സ്വരം താഴ്ത്തി ചൊല്ലുന്നൊരു പ്രാർത്ഥന യെശയ്യായുടെ കീർത്തനമാണ്. യെശയ്യായുടെ കീർത്തനമാണ് എന്താണ്? ഓ എനിക്ക് ദുരിതം, ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നു. എന്നിട്ട് തുടർന്ന് പറയുകയാണ്: ബലവാനും കർത്താവുമായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചു. കർത്താവിനെ ഞാൻ അഭിമുഖമായി കാണുന്ന ഈ സ്ഥലം എത്ര ഭീതിജനകം! ഈ ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. കർത്താവെ, എൻ്റെ മേൽ കനിയണമേ. വാസ്തവത്തിൽ ഞാൻ അയോഗ്യനും പാപിയുമാണ് എന്ന് പറയുന്നത് വൈദികൻ ജനങ്ങളെ നിങ്ങളെക്കാളും പിഴയാണ് ഞാൻ എന്ന് വിളിച്ചു പറയുന്നതാണ് എന്ന് ധരിച്ചു വയ്ക്കരുത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. വൈദികരെക്കാളും വിശുദ്ധരായ ആത്മായരവിടെ ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ അവിടെ പറയുന്നതിൻ്റെ അർത്ഥം അതല്ല. ദൈവീക രഹസ്യങ്ങളുടെ മുൻപിൽ വൈദികൻ നിൽക്കുകയാണ്. കർത്താവിൻ്റെ വിശുദ്ധ മധുബഹായിൽ അവൻ്റെ സിംഹാസനത്തിന് മുൻപിൽ, പരിശുദ്ധ ത്രിത്വത്തിന് മുമ്പിൽ അവൻ ഭക്തിയാദരങ്ങളോടെ ഭയത്തോടും വിറയലോടും കൂടി നിൽക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വം കണ്ട വൈദികൻ തിരിച്ചറിയുകയാണ്: ഞാൻ അയോഗ്യനും പാപിയുമാണ്, എനിക്കിവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും എന്നെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തണം ഈ വലിയ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യാൻ എന്നുള്ളതാണ് വിശുദ്ധ കുർബാനയിൽ ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ഞാൻ പിഴയാണ്, തരികടയാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നുള്ള അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കിയാലാണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കുന്നത്. ഒരു ചോദ്യം കൂടെ ഉണ്ട് പിതാവേ, അതിപ്രകാരമാണ്. മാമോദീസയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മാമോദീസ കഴിയാതെ അമ്മയും കുഞ്ഞും പള്ളിയിൽ പോകാൻ പാടില്ല എന്നൊരു ശൈലി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ? പണ്ട് മുതലേ ഇങ്ങനൊരു ശൈലി അനുവർത്തിച്ചിരുന്നുവെങ്കിൽ അതിന് കാരണം എന്താണ്? ഇത് എഴുതി ചോദിച്ചിരിക്കുന്നത് ആനി ട്രീസ പിറവത്ത് നിന്നാണ്. യെസ്, മാമോദീസ കഴിയുന്നത് വരെ അമ്മയും കൊച്ചും പള്ളിയിൽ പോകുകയില്ലായിരുന്നു എന്നുള്ളത് ഒരു പാരമ്പര്യം ഈ നാട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, കൊച്ചിൻ്റെ മാമോദീസ നടത്തുന്നത് 8 ദിവസങ്ങൾക്ക് മുമ്പാണ് അല്ലേ. കൊച്ചുണ്ടായി കഴിഞ്ഞ് 8 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പേ മാമോദീസ നടത്തും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയും കൊച്ചും പള്ളിയിൽ പോവുകയല്ലോ. അത് നമ്മളിപ്പോൾ മാമോദീസ 2-ാം വയസ്സ് നടത്തി വെച്ചിട്ട് പള്ളിയിൽ പോകാതിരിക്കരുത്. മനസ്സിലായോ? ഇത് ഒരു ആചാരത്തെ, ഒരു പാരമ്പര്യത്തെ എടുക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയിട്ട് നമ്മളത് ഇന്ന് അനുധാവനം ചെയ്യാൻ നിൽക്കാവുള്ളൂ. ഇതിൻ്റെ പിന്നാമ്പുറത്ത് ചില യഹൂദ ചിന്തകളുണ്ടായിരുന്നു. സ്ത്രീ പ്രസവം കഴിഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിൽ പോകുന്നതിന് 40 മുതൽ 80 വരെ ദിവസങ്ങളുടെ വിലക്ക് ഉണ്ടായിരുന്നു. ദേവാലയത്തിൽ പോകാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജെറുസലേം ദേവാലയത്തിൽ അത്രയും ദീർഘദൂരം നടക്കണം അല്ലേ. അപ്പം നടക്കണം എന്നുള്ളത് കൊണ്ട് പ്രസവം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ കിലോമീറ്ററുകളുള്ള നടപ്പ് വേണ്ടാന്ന് വെച്ചതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രസവം കഴിഞ്ഞ സമയത്ത് സ്ത്രീകളുടെ ദേവാലയ സന്ദർശനം വേണ്ട എന്ന് വയ്ക്കുന്നു. നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയ പല കാര്യങ്ങളും പിന്നീട് കാലാന്തരത്തിൽ എന്തായി? സ്ത്രീ അശുദ്ധയാണ്, സ്ത്രീ മോശമാണ്, അവൾ പള്ളി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ളൊരു സ്ത്രീ വിരുദ്ധവും പുരുഷ മേധാവിത്വത്തിൻ്റേതുമായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ഒരു സ്ത്രീപക്ഷ സമീപനം തന്നെയായിരുന്നു. സ്ത്രീകളെ കുറെ കൂടി ആദരവോടെ നോക്കിക്കാണുന്ന സമീപനമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് ദൈവം നൽകുന്ന രക്ഷ, നിയമവും കൃപാവരവും എന്ന അധ്യായത്തെക്കുറിച്ചായിരുന്നു. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല ചോദ്യങ്ങൾ ചോദിച്ച
പുളിങ്ങോം സെൻറ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.